നമ്മൾ ഒരു ഭാഗ്യവാന്മാരാണ് കേട്ടോ. 21 സ്ഥലത്തു നിന്നാണ് നമുക്ക് വേണ്ട ഗ്യാസും ക്രൂഡ് ഓയിലും എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 47 രാജ്യങ്ങളിൽ നിന്ന് 1 ലിറ്റർ ക്രൂഡ് ഓയിൽ കിട്ടാൻ അത് തന്നെങ്കിൽ ചേട്ടാന്ന് പറഞ്ഞ് മേടിക്കുകയാണ്. ഒന്ന് നമുക്ക് മാത്രമല്ല, നമുക്കുള്ള ഓയിലും ഗ്യാസും ശ്രീലങ്കയ്ക്കുള്ളത്, മാൽദീവ്സിനുള്ളത്, ബംഗ്ലാദേശിനുള്ളത്, ശ്രീലങ്കയ്ക്കുള്ളത്, ഇത്രയും നമ്മൾ ഇടയ്ക്ക് ബർമയും മേടിക്കും, മ്യാൻമർ. കാരണം ഇവരൊക്കെ ചെറിയ ചെറിയ രാജ്യമാണ്. ഒരു ഫുൾ ടാങ്കർ എണ്ണ വാങ്ങാനുള്ള കാശൊന്നും ശ്രീലങ്കയുടെ കയ്യിലില്ല. അപ്പോൾ ശ്രീലങ്ക പോയ ചേട്ടൻ മേടിക്കുമ്പോൾ ഒരു ഇച്ചിരി എനിക്ക് കൊടുക്കണ്ടേ? കൊടുക്കൂല. ഈ ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട് മഹാഭാവി. അവൻ കഴിഞ്ഞ മാസം 50,000 ലിറ്റർ ഡീസൽ, അതോ 50 ലക്ഷം ലിറ്റർ ഡീസലോ മറ്റോ, ഡീസൽ, ക്രൂഡ് ഓയിലല്ല, ക്രൂഡ് ഓയിൽ കൊടുത്ത് അവനവിടെ റിഫൈൻ ചെയ്യാൻ റിഫൈനറി അവിടെ ഉണ്ട്. ബംഗ്ലാദേശിൽ ഏതോ റിഫൈനറിയൊക്കെ ഉണ്ട്. ആ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ റിഫൈൻഡ് ഡീസൽ തന്നെ കൊടുത്തു വിട്ടു. ശ്രീലങ്കയ്ക്ക് കൊടുക്കണം. മാൽദീവ്സ്, ഞാൻ ഇന്ത്യക്കാർ ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു മാൽദീവ്സിലെ കക്ഷി. ചൈനയുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടാൻ പോകുന്നു. 6 മാസം കഴിയുമ്പോൾ പട്ടിണിയായി. ഒടുവിൽ ഇവിടെ വന്നു. അവനും കൊടുക്കണം. ഇതിനൊക്കെയുള്ള എണ്ണ നമ്മൾ ഭാരതത്തിനുള്ളിലെ കൺസംഷൻ അല്ലാതെ ഈ ചുറ്റും കിടക്കുന്ന ചെറിയ ചെറിയ കക്ഷികളുണ്ടല്ലോ. നേപ്പാൾ വലിയ വിളച്ചിലും വർത്താനമൊക്കെ പറയും. എണ്ണയും പിണ്ണാക്കും ഒക്കെ വേണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് വേണം. നമ്മളുടെ ഒറീസയിലെ പാരാദ്വീപ് പോർട്ട് ഒരു ടെർമിനൽ നേപ്പാളിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നേപ്പാളിൻ്റെ എക്സ്പോർട്ട്, നേപ്പാളിലേക്കുള്ള ഇമ്പോർട്ട്, ഇതെല്ലാം വെച്ച്. എന്നിട്ട് അത് വാങ്ങിച്ച് തിന്നിട്ടാണ് നേപ്പാൾ നമുക്കെതിരെ വലിയ വാളെടുക്കുന്നത്. നമ്മൾ പിന്നെ പോട്ടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോളെ എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഇവരെയൊക്കെ തീറ്റിപ്പോരേണ്ട ചുമതല നമുക്കാണ്. പാകിസ്ഥാന് മാത്രം നമ്മൾ ഒന്നും കൊടുക്കില്ല. അതും കൂടെ ഒരു പ്രശ്നമാണ് POKയിൽ ഉണ്ടാകുന്നത്. വെള്ളം പോലും നമ്മൾ കൊടുക്കുന്നില്ല. ബാക്കി രാജ്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മളാണ്. അപ്പം നമ്മൾ വളരെ ലക്കിയാണ്. ഈ 41 രാജ്യങ്ങളുമായിട്ട് നേരത്തെ സന്ധി സംഭാഷണവും കരാറും ഒക്കെ ഒപ്പിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്ന് നരേന്ദ്രമോദി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണല്ലോ. 5 ദിവസം കൊണ്ട് 8 രാജ്യങ്ങൾ സന്ദർശിക്കുക, ഇതുപോലെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എനിക്ക് പോലും ഉള്ളിൽ തോന്നിയത്, എന്തിനും ഈ മനുഷ്യൻ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നു, വെറുതെ വിമാനം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറക്കാമോ എന്നൊക്കെ തോന്നിയിരുന്നു. ഇപ്പോഴാണെന്ന് മനസ്സിലാകുന്നത് ഇങ്ങേര് ഈ ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരുന്നത് ഈ കരാറുകളൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇത് പ്രശ്നം വഷളായി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ജീവിതം നടക്കണമല്ല. ഇപ്പോൾ ഇത്രയും ദിവസമായി ഏതെങ്കിലും വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് LPGക്ക് മുട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. 29 രൂപ കൂട്ടി, ശരിയാണ്. അത് ലോകത്തിൽ ഏറ്റവും കുറവുള്ള കൂടുതലാണത് 29 രൂപ. നമ്മളെക്കാൾ കുറച്ച് കൂട്ടി ജപ്പാനും മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. 2ാം സ്ഥാനത്ത് നമ്മളാണ് നിൽക്കുന്നത്. നിസ്സാര അച്ചീവ്മെൻ്റാണോ അത്? ഇത്രയും വലിയ ഷോക്ക് താങ്ങാൻ വേറെ ആർക്ക് പറ്റും? ഇപ്പോൾ രാഹുൽ ഗാന്ധി മോദി കൊള്ളാത്ത, നമുക്ക് അസ്യൂം ചെയ്യാം. നാളെ രാവിലെ മോദി പറയുകയാണ്, രാഹുൽ ഞാൻ കസേര ഒഴിഞ്ഞിട്ടുണ്ട്, കയറിയിരിക്കുക, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണെന്ന് വെച്ചാൽ എണ്ണ കൊണ്ടുപോകാം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് സൊല്യൂഷനുണ്ട്? ഒന്ന് ചുമ്മാ സാധാരണക്കാരൻ്റെ നട്ടെല്ലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതല്ലാതെ ഈ സാധാരണക്കാരൻ്റെ നട്ടെല്ലൊടിഞ്ഞു എന്ന് പറഞ്ഞ പ്രസംഗം അത് റീലായിട്ട് കളിക്കുന്നത് നരേന്ദ്രമോദി ഈ 5G സംവിധാനം കൊണ്ടുവന്നുകൊണ്ടാണ്. 2Gയിൽ മറ്റേ വലിയ അഴിമതിയാണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നടന്നത്. 3G മോദിയാണ് കൈകാര്യം ചെയ്തത്. ഡീസൻ്റായിട്ട് ടെൻഡർ ചെയ്ത് മാക്സിമം വിലയ്ക്ക് കൊടുത്ത് 3G, 4G, 5G. ആ 5Gയിലെ റീലിലാണ് മോദിജിയെ കുറ്റം പറയുന്നത്. മോദിയുടെ ചോറ് വാങ്ങി തിന്നിട്ട് മോദിയുടെ ഗുലാനെ വെട്ടുന്ന പരിപാടി. ബട്ട് സ്റ്റിൽ പുള്ളിയൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഒരു രാജ്യത്തെ വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മോദി തരുന്ന ഗ്യാസ് കൊണ്ട് ദോശയുണ്ടാക്കി ആ ദോശ തിന്നിട്ട് മോദിയെ തന്നെ ചീത്ത പറയുക എന്നുള്ളത് തമാശയ്ക്ക് നമുക്ക് പറയാമെങ്കിലും ദാറ്റ് ഈസ് ദ ഓൺലി തിങ് എനിബഡി ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു നമ്മൾ.